ഇന്നത്തെ ലോകത്ത് യുവാക്കളും വിദ്യാർത്ഥികളും ശരിയായി ചിന്തിക്കാൻ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്കറിയാം, ഏതോ ഒരു സമൂഹത്തിലും ഏതോ ഒരു രാജ്യത്തിലും യുവജനങ്ങൾ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ്. കാരണം ഈ രാജ്യത്തിനു വേണ്ടി സമൂഹത്തിനു വേണ്ടിയും ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്നത് അവരാണ്. ഉൽപ്പാദനക്ഷമത എന്ന് പറഞ്ഞാൽ യുവാക്കളാണ് ഓടി മനസ്സിലേക്ക് വരുന്നത്. അതുകൊണ്ട് യുവാക്കളും വിദ്യാർത്ഥികളും ശരിയായിട്ട് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. റോമൻ ചിന്തകനായിരുന്ന മാർക്കസ് ഔറേലിയസ് പറയുന്നു, നാം എന്ത് ചിന്തിക്കുന്നോ അത് നമ്മളായിത്തീരും എന്നതാണ്. നമ്മളെങ്ങനെയാണോ ചിന്തിക്കുന്നത് നമ്മൾ അങ്ങനെ ആയിരിക്കും. വലിയ ഫ്രഞ്ച് ഫിലോസഫറായിരുന്ന ഡെക്കാർട്ട് പറയുന്നു, ഐ തിങ്ക് ദെയർഫോർ ഐ എക്സിസ്റ്റ്. ഞാൻ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ജീവിക്കുന്നു എന്നാണ് അർത്ഥം. ഭാരതത്തിലെ വലിയ ഋഷിമാരും മഹാഗുരുക്കന്മാരും മനസ്സിൻ്റെ ശക്തി മനസ്സിലാക്കിയവരാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ചിന്തിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശരിയായിട്ട് ചിന്തിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ജീവിക്കുക എന്ന് തന്നെയാണ്. ശരിയായി ചിന്തിച്ചില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടും. അതുകൊണ്ട് ശരിയായി ചിന്തിക്കണം. നമ്മൾ എന്ത് ചിന്തിക്കുന്നോ നമ്മളതായിരിക്കും പ്രവർത്തിക്കുക. നമ്മുടെ പ്രവൃത്തി എന്താണോ നമ്മൾ അത് തന്നെ ആയിത്തീരും. അതുകൊണ്ടാണ് ഗ്രീക്ക് ചിന്തകന്മാർ പറഞ്ഞിരിക്കുന്നത്, ചിന്തിക്കുക എന്ന് പറയുന്നത് ജീവിക്കുക എന്ന് തന്നെ ആകുന്നു എന്ന് പറയുന്നു. അപ്പോൾ ചിന്തയുടെ ശക്തി, ചിന്തയുടെ ഊർജം വലുതാണ്. പ്രസാദാത്മകമായ ചിന്തകൾ എപ്പോഴും മനസ്സിലുണ്ടാവണം. നമ്മളെ പ്രചോദിപ്പിക്കുന്ന ചിന്തകളാണ് ഉണ്ടാവേണ്ടത്. നിഷേധാത്മകമായ ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിന്ന് കളയണം. നമുക്കറിയാം, നമ്മുടെ ഹൃദയം ഒരു പൂന്തോട്ടമാണ്. ആ പൂന്തോട്ടത്തിൽ നമ്മൾ നല്ല നല്ല ചെടികൾ വെച്ച് പിടിപ്പിക്കണം. ആ ചെടികൾ പുഷ്പിക്കണം. നല്ല നല്ല പുഷ്പങ്ങൾ വിരിയണം. ആ പൂന്തോട്ടത്തിൽ നിന്നും ദുഷ്ചിന്തകൾ അല്ലെങ്കിൽ കിളകൾ നമ്മൾ പറിച്ച് മാറ്റിക്കളയണം. നമ്മുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കണം. നല്ല നല്ല ചിന്തകൾ, കരുണ, ക്ഷമ, ദയ, സ്നേഹം, ഇതുപോലുള്ള നല്ല നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിറയ്ക്കേണ്ടത് ആവശ്യമാണ്. വിദ്വേഷം, പക, അസൂയ മുതലായ ചിന്തകളൊക്കെ നമ്മൾ ദൂരെ പറിച്ച് കളയണം. അങ്ങനെ നമ്മുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കണം. ചിന്ത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചിന്തയെ ഉദ്ദീപിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് വായന എന്ന് പറയുന്നത്. വായന നമുക്ക് അറിവ് തരും. വായന നമുക്ക് തിരിച്ചറിവ് തരും. വായന അതുകൊണ്ട് തന്നെ നമുക്ക് ജ്ഞാനം തരും. ജ്ഞാനം എന്ന് പറയുന്നത് നമുക്ക് മഹത്വവും സമ്പത്തും ബഹുമതിയും കൊണ്ടുതരും. അതുകൊണ്ട് വായിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. വിദ്യാർത്ഥികൾ ധാരാളം വായിക്കണം. വലിയ വലിയ പുസ്തകങ്ങൾ മാത്രമല്ല, ലേഖനങ്ങൾ ധാരാളമായിട്ട് വായിക്കണം. വലിയ വലിയ ഇതിഹാസങ്ങൾ വായിക്കണം. വലിയ ആളുകളെ കേൾക്കണം. നല്ല നല്ല ചിന്തകൾ നമുക്ക് പറഞ്ഞു തരുന്ന പുസ്തകങ്ങളും മഹാന്മാരും നമുക്ക് അരികിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. വായന ഇതിലൊക്കെ ഉപരിയായിട്ട് നമുക്ക് വിവേകം തരുമെന്നുള്ളതാണ്. തെറ്റേതെ ശരിയത് വിവേകമതികളാക്കും നമ്മളെ. നമുക്കറിയാം, നമുക്ക് വിജയകരമായി ജീവിക്കണമെങ്കിൽ നമ്മൾ വിവേകമതികളായിരിക്കണം. ഇംഗ്ലണ്ടിലെ വലിയ എഴുത്തുകാരനായിരുന്ന ഫ്രാൻസിസ് ബേക്കൺ പറയുന്നു, റീഡിങ് മേക്കത്ത് എ ഫുൾ മാൻ, കോൺഫറൻസ് എ റെഡി മാൻ ആൻഡ് റൈറ്റിംഗ് എൻ എക്സാക്റ്റ് മാൻ എന്ന് പറയുന്നു. റീഡിങ് മേക്സ് എ ഫുൾ മാൻ. മനുഷ്യൻ പൂർണ്ണനാകണമെങ്കിൽ വായന വേണം. കോൺവെർസേഷൻ, സംഭാഷണം, മറ്റുള്ളവരായുള്ള സംസാരം നമ്മളെ എപ്പോഴും റെഡിയായിരിക്കും. നമ്മുടെ മനസ്സിൽ നല്ല നല്ല കാര്യങ്ങൾ എപ്പോഴും റെഡിയായിരിക്കും. ആൻഡ് ദെൻ റൈറ്റിംഗ്, ചിന്തിക്കുകയും വായിക്കുകയൊക്കെ ചെയ്യുന്നവരെ സ്വാഭാവികമായിട്ടും എന്തെങ്കിലുമൊക്കെ എഴുതിയെന്ന് വരാം. അപ്പോൾ റീഡിങ്, റൈറ്റിംഗ് ആൻഡ് കോൺവെർസേഷൻ, ഇത് മൂന്നും പ്രധാനപ്പെട്ട കാര്യങ്ങളാണെന്ന് ബേക്കൺ പറയുന്നുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഒരു ഡിജിറ്റൽ യുഗത്തിലാണ്. അവിടെ വിദ്യാർത്ഥികളും യുവജനങ്ങളുമാണ് കൂടുതൽ സ്വാധീനിക്കപ്പെടുന്നത്. അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് വാക്കാണ് ഡിജിറ്റൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. നമ്മളെ ഫോണിൽ എപ്പോഴും നോക്കിയിരിക്കാതെ നമ്മുടെ തല ഉയർത്തി ഈ ലോകത്തെ ഒന്ന് കാണണം. ഈ ലോകത്തിലെ നല്ല നല്ല കാര്യങ്ങൾ മനസ്സിലാക്കണം. പ്ലീസ് റൈസ് യുവർ ഹെഡ്. നിങ്ങളുടെ തലയൊന്ന് ഉയർത്തി നോക്കണം. ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് കണക്ടിവിറ്റി. എല്ലാവരും തമ്മിൽ നല്ല കണക്ടിവിറ്റി ഉണ്ട്. പക്ഷേ
ബന്ധങ്ങൾ കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് വാസ്തവം. ഹ്യൂമൻ റിലേഷൻസ് കുറഞ്ഞു പോകുന്നു, ബന്ധങ്ങൾ കുറഞ്ഞു പോകുന്നു. കണക്ടിവിറ്റി ഉണ്ടെങ്കിലും ബന്ധങ്ങൾ കുറഞ്ഞു പോകുന്നത് ശരിയല്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് കൂടുതൽ മനപ്രയാസം ഉണ്ടാകുന്നു, മനസ്സിന് വേദന ഉണ്ടാകുന്നു, പെട്ടെന്ന് നിരാശ ഉണ്ടാകുന്നു, ആത്മഹത്യയെപ്പറ്റി പിള്ളേർ ചിന്തിക്കുന്നു. അത് ശരിയല്ല. നമ്മളെ ഹ്യൂമൻ റിലേഷൻസ്, മാനുഷിക ബന്ധങ്ങൾ വളർത്തിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ വിജയത്തിൻ്റെ ആധാരമെന്ന് പറയുന്നത് ഈ മനുഷ്യ ബന്ധങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളുടെ തലയൊന്ന് ഉയർത്തണം. നിങ്ങളുടെ ഒരു പുതിയ മുദ്രാവാക്യം അതായിരിക്കണം. ഞങ്ങളുടെ തലയൊന്ന് ഉയർത്തി നോക്കിയിട്ട് യു ക്യാൻ എൻജോയ് ദി അമേസിങ് പീപ്പിൾ അറൗണ്ട് ആൻഡ് ദി അമേസിങ് ഈവൻറ്റ്സ് അറൗണ്ട്. അത് നമ്മൾ ആഘോഷിക്കാനായിട്ട് സെലിബ്രേറ്റ് യുവർ ലൈഫ്. അങ്ങനെയായിരിക്കണം. അല്ലാതെ തല താത്തു പിടിച്ചിട്ട് നമ്മൾ ജീവിക്കുകയല്ല വേണ്ടത്. അപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്നത് ഒരു കോംപ്ലക്സ് സൊസൈറ്റിയിലാണ്. ഇവിടെ നല്ലതോ ചീത്തയോ എന്നുള്ളത് മാത്രമല്ല, ഇവിടെ ബുദ്ധിമാനായി ജീവിക്കുക എന്നുള്ളതാണ്. ബി വൈസ്, ബുദ്ധിമാനായിട്ട് ജീവിക്കണം. ആരാ ഒരു വൈസ് മാൻ എന്ന് പറയുന്നത്? അവനവനെ തന്നെ ഉപദേശിക്കാൻ കഴിവുള്ള ആളെയാണ് എ വൈസ് മാൻ എന്ന് പറയുന്നത്. അപ്പോൾ തെറ്റേത് ശരിയേത് എന്നുള്ളത് മാത്രമല്ല, ബി എ വൈസ് മാൻ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് ചില ക്വാളിറ്റീസൊക്കെ നമ്മൾ വളർത്തിയെടുക്കണം. മാനുഷിക ബന്ധങ്ങൾ വളർത്തിയെടുക്കണം. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ സന്തോഷിക്കാൻ പഠിക്കണം. സമ്മർദ്ദങ്ങൾ കുറയ്ക്കണം. ഒരു ഇമോഷണലായിട്ടുള്ള ഒരു ബാലൻസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളർത്തിയെടുക്കുമ്പോഴേ നമുക്ക് പണ്ടത്തെ വിദ്യാർത്ഥികളെപ്പോലെ, പണ്ടത്തെ യുവജനങ്ങളെപ്പോലെ കൊണ്ടും കൊടുത്തും കിടക്കും. ഒരു പരാജയമൊന്നും വലിയ കാര്യമൊന്നുമില്ല. ക്ലാസ്സിൽ അധ്യാപകൻ കയ്യിൽ നിന്ന് അടിച്ചെന്ന് വരികില്ല, അത് വലിയ കാര്യമൊന്നുമില്ല. അവർ നിരാശപ്പെടുന്നില്ല. അവരത് പിന്നെ ചിരിച്ച് കളിച്ച് വീണ്ടും പിറ്റേ ദിവസവും ക്ലാസ്സിൽ വരും. അധ്യാപകൻ അടിച്ചതുകൊണ്ടോ അതിൽ വലിയ വേദനയൊന്നുമില്ല, അത് വലിയ നാണക്കേടൊന്നുമില്ല. കൊണ്ടും കൊടുത്തും കിടക്കുന്നതും, അതുപോലെ തന്നെ പരാജയങ്ങളെ സ്വീകരിക്കാനും തോൽവികളെ കൈയോടെ രണ്ട് കൈയും കൂടി സ്വീകരിക്കാനും അവരൊക്കെ തയ്യാറായിരുന്നു. അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ ജീവിച്ച ആളുകൾക്ക് നല്ല മാനസികമായ ബലമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനീ പറഞ്ഞു വരുന്നത്, ഈ ഡിജിറ്റൽ യുഗത്തിൽ വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ ഡിജിറ്റൽ റെസ്പോൺസിബിലിറ്റി ഉള്ളവരായിരിക്കണം. ഒന്നാമതായിട്ട് ഞാനീ പറഞ്ഞതുപോലെ നിങ്ങൾ തലയുയർത്തി നോക്കണം, ലോകത്തെ കാണണം. രണ്ടാമതായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പറയുന്ന ഓരോ വാക്കിനും വിലയുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും, ഓരോ വാക്കും ഓരോ പ്രവൃത്തിക്കും നിങ്ങളെ ഉത്തരവാദിയായിരിക്കണം. ബി റെസ്പോൺസിബിൾ ഫോർ യുവർ വേർഡ്സ്, ബി റെസ്പോൺസിബിൾ ഫോർ ഓൾ യുവർ ആക്ഷൻസ്. അപ്പോൾ ഈ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ സാങ്കേതിക വിദ്യകൾ മുന്നേറും തോറും മാനുഷികമായ വികാരങ്ങൾ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അത് ടെക്നോളജിയുടെ ഒരു പ്രത്യേകത അതാണ്. ടെക്നോളജിക്കലായിട്ടുള്ള ഇന്നോവേഷൻസ് കൂടിക്കൂടി വരുന്നു, നമ്മളുടെ സൗകര്യങ്ങൾ കൂടിക്കൂടി വരുന്നു. അപ്പോഴൊക്കെ പക്ഷേ നമ്മുടെ മാനസികമായ വികാരങ്ങൾ കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ സെൻസിറ്റിവിറ്റി, ഹ്യൂമൻ സെൻസിറ്റിവിറ്റി കുറഞ്ഞു പോകുന്നില്ലേ എന്ന് ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ട് നമുക്കൊരു ഹ്യൂമൻ സ്പേസ് വേണം, ഇൻറ്ററാക്ഷൻ സ്പേസ് വേണം. ബന്ധങ്ങൾ വളർത്തിയെടുക്കണം. മാനുഷികമായ വികാരങ്ങൾ പ്രകടിപ്പിക്കുവാനായിട്ട് മടിക്കരുത്. അപ്പോഴാണ് നമുക്ക് വിജയം ഉണ്ടാവേണ്ടത്. അവസാനമായിട്ട് നമുക്ക് പറയാനുള്ളത്, ഈ വായനാശീലവും ഈ ചിന്താശേഷിയും ഒക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ ബന്ധങ്ങൾ വളർത്തിയെടുക്കണം. അതുപോലെ തന്നെ ചില ലൈഫ് സ്കിൽസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ആവശ്യമാണ്. ലൈഫ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ എമ്പതി, ഫെലോഷിപ്പ്, ഇമോഷണലായിട്ടുള്ള ഒരു ബാലൻസ്, ഒരു റിസൈലൻസ്, ഇതൊക്കെ നമ്മുടെ സോഫ്റ്റ് സ്കിൽസ് ആയിരിക്കണം. ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ, വിജയകരമായി ജീവിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള സോഫ്റ്റ് സ്കിൽസും കൂടി ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ മാനുഷികമായ വികാരങ്ങൾ കുറഞ്ഞു പോകരുത്. മാനുഷികമായ വികാരങ്ങൾ പ്രകടിപ്പിക്കാനായിട്ട് മറക്കരുത്. ഇന്നത്തെ ഈ ലോകത്ത്, ഈ ഡിജിറ്റൽ ലോകത്ത് നമുക്കറിയാം, പ്രത്യേകിച്ച് കോവിഡ്-19 പാൻഡമിക്കിന് ശേഷം നമ്മുടെ ജീവിതം മാറിമറിഞ്ഞു എന്നുള്ളതാണ് ഒരു വലിയൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ കൂടുതൽ അകത്തേക്ക് ഉൾവലിഞ്ഞു എന്നുള്ളത് ശരിയാണ്. പ്രത്യേകിച്ച് ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയുമാണ്. അപ്പോൾ ഞാനീ പറഞ്ഞു വരുന്നത്, വിദ്യാർത്ഥികളും യുവജനങ്ങൾക്കും എങ്ങനെ വിജയകരമായി ജീവിക്കാം. നിങ്ങൾ പരാജയപ്പെടാൻ പാടില്ല. കൊച്ചു പരാജയങ്ങൾ കൊണ്ട് പുറകോട്ട് പോകാൻ പാടില്ല. ഇതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടുകൊണ്ട് നമുക്ക് ഫെലോഷിപ്പ് വളർത്തിയെടുക്കാം, ഹ്യൂമൻ റിലേഷൻസ് വളർത്തിയെടുക്കാം, നല്ല ചിന്തകൾ കൊണ്ട് മനസ്സ് നിറയ്ക്കാം. ഒരിക്കലും നമ്മൾ പരാജയപ്പെടുകയില്ല, പരാജയപ്പെടാനായിട്ട് പാടില്ല. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, യു പ്ലീസ് ലിവ് എ ലൈഫ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദിയുടേതായ ഒരു മനോഭാവം നമുക്കുണ്ടാവണം. നമുക്കെന്തെല്ലാം അനുഗ്രഹങ്ങൾ കിട്ടിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണണം.
നമ്മുടെ മൈനസ് മാത്രം കാണാൻ പാടില്ല. പ്ലസ് പോയിൻറ്റ്സ് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്ലസ് പോയിൻറ്റ്സ് മനസ്സിലാകും. അങ്ങനെയുള്ള പ്ലസ് പോയിൻറ്റ്സ് നമ്മൾ കൗണ്ട് ചെയ്യുക. നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാവും. കഴിഞ്ഞ തലമുറകളുമായിട്ട് നോക്കുമ്പോൾ നമ്മൾ എത്രയോ നല്ല സൗകര്യത്തിലാണ്, എത്രയോ ഉന്നതിയിലാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാവും. ഓരോ വിദ്യാർത്ഥിയും, ഓരോ യുവാവിൻ്റെയും മനസ്സിൽ ഈ വക കാര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കും.